കണ്ണൂരിലെ LDF സ്ഥാനാർത്ഥി MV ജയരാജൻ മലയോര മേഖലയിൽ വലിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇപ്പോൾ പ്രചരണം നടത്തുന്നത്. നമുക്ക് അല്പസമയം അദ്ദേഹത്തോടൊപ്പം ചേരാം. തിരഞ്ഞെടുപ്പ് പ്രചരണം നല്ല ഏറ്റവും അതിൻ്റെ ഒരു ടോപ്പ് ഗിയറിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ വടകരയിലെ പ്രചരണം നമ്മൾ കാണുന്നത്. UDF നടത്തുന്ന പ്രചരണം, അതിനെതിരെ വലിയ പൊതുവികാരവും ഉയർന്നു വരുന്നുണ്ട്. എന്താണ് അത് അത്തരത്തിലുള്ള പ്രചരണത്തെക്കുറിച്ച് പറയുന്നത്? അല്ല, UDF പരാജയപ്പെടും എന്ന് ഉറപ്പായപ്പോഴാണ് അപവാദ പ്രചരണങ്ങളും വ്യക്തിഹത്യയും ആരംഭിച്ചത്. മാന്യത UDFനില്ല, രാഷ്ട്രീയവും വികസനവും പറയാനില്ല. മലയോര മേഖലയിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്, പ്രത്യേകിച്ച് കാർഷിക വിളകൾക്കുള്ള വിലയുടെ പ്രശ്നം, അതോടൊപ്പം തന്നെ വന്യമൃഗ പ്രശ്നം. എങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പ് പ്രചരണം ഒരു മൂന്നാം ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഈ വിഷയങ്ങളൊക്കെ? ഇത് രണ്ടും സംബന്ധിച്ച് ഇടതുപക്ഷത്തിന് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടാണ്. വിളകൾക്ക് വില വേണം. ഉൽപാദന ചെലവിൻ്റെ 1.5 ഇരട്ടി വില നൽകുമെന്ന് നേരത്തെ സ്വാമിനാഥൻ കമ്മിറ്റിയുടെ ശുപാർശ വന്നപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ജനങ്ങളോട് പറഞ്ഞതാണ്. അവരുടെ മാനിഫെസ്റ്റോവിലും അതുണ്ട്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ജനങ്ങളെ വഞ്ചിച്ചു. ഇടതുപക്ഷ MPമാർ പൂർണ്ണമായി ആ സമരത്തിൽ കൃഷിക്കാരോടൊപ്പം അണിചേർന്നു. എന്നാൽ കോൺഗ്രസ്സോ ആ സമരത്തിനടുത്ത് പോയിട്ടേയില്ല. പാർലമെൻറ്റിൽ ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടേയില്ല. കണ്ണൂർ MP ആയിരുന്ന K സുധാകരൻ ഒരു തവണ പോലും പാർലമെൻറ്റിൽ ഈ ഒരു വന്യമൃഗ പ്രശ്നം ഉന്നയിക്കപ്പെട്ടില്ല. അദ്ദേഹം വീണ്ടും ഈ ഒരു കർഷകരുടെ ഇടയിലേക്ക് വോട്ട് ചോദിക്കാൻ പോകുമ്പം അതിൻ്റെ പ്രതികരണം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും അത് ഒരു തിരഞ്ഞെടുപ്പിൽ UDFന് തിരിച്ചടിയാവുന്ന ഒരു ഘടകമാകില്ല. തീർച്ചയായും വന്യജീവി ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ കഴിയണമെങ്കിൽ മനുഷ്യരെ കൊല്ലുന്ന മൃഗങ്ങളെ കൊല്ലാൻ കേന്ദ്ര വനം സംരക്ഷണ നിയമത്തിലെ 11ാം വകുപ്പ് ഭേദഗതിയാണ്. ഇങ്ങനെ സുവ്യക്തമായ അഭിപ്രായം ഈ കാര്യത്തിൽ പറഞ്ഞത് ഇടതുപക്ഷമാണ്. മാത്രമല്ല സംസ്ഥാന സർക്കാർ വനം മന്ത്രി കേന്ദ്രത്തിലേക്ക് എഴുതുകയും ചെയ്തു. ഇങ്ങനെയൊരു അഭിപ്രായം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാർലമെൻറ്റിലോ ഇനി ഗവൺമെൻറ്റിന് നിവേദനം കൊടുക്കാനോ കണ്ണൂർ MP തയ്യാറായില്ലെന്ന് മാത്രമല്ല, വന്യജീവി അക്രമത്തിൽ കൊല്ലപ്പെട്ടവരുണ്ട്. കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ പെടുന്ന ഉളിക്കൽ, ആറളം ഇവിടങ്ങളിലെല്ലാം കൊല്ലപ്പെട്ടവരുണ്ട്. ആ കുടുംബങ്ങളെ സന്ദർശിക്കാനോ ഒരാശ്വാസവാക്ക് നൽകാനോ കഴിയേണ്ടത് അതും കഴിഞ്ഞില്ല. ഈ രംഗത്തൊന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് പാർലമെൻറ്റിൽ പോകണ്ടേ. 50% ഹാജർ. ചർച്ചയിൽ പങ്കെടുത്തതിന്, ഡിബേറ്റിൽ പങ്കെടുത്തത് 19 തവണയാണ്. അപ്പോൾ എപ്പോഴാണ് നേരം? അതാണ് കണ്ണൂരിലെ ജനങ്ങൾ നിലവിലുള്ള MP മത്സരിക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യം. ഈ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ 2 മണ്ഡലങ്ങളാണ്. അതായത് UDFനൊപ്പമുള്ളത് പേരാവൂർ, ഇരിക്കൂറുമാണ്. അപ്പോൾ അവിടെയൊക്കെ ഇപ്പോൾ LDFൻ്റെ യോഗങ്ങളിലൊക്കെ വലിയ ജനങ്ങളുടെ വർധനവ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത്തവണ മലയോരം ഇടതുപക്ഷത്തോടൊപ്പമാണ് എന്ന് തന്നെ. മലയോരത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇടതുപക്ഷത്തോടൊപ്പം വന്നിട്ടുണ്ട്. മലയോര മേഖലയിലെ 5 പഞ്ചായത്താണ് ഇടതുപക്ഷം UDFൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത്. അപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ മലയോരത്ത് UDFന് തിരിച്ചടി ഉണ്ടായതാണ്. ഈ തെരഞ്ഞെടുപ്പിലും സമാന രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാവും. ഏതായാലും വലിയൊരു മുന്നേറ്റം മലയോര മേഖലയിൽ കാഴ്ചവെക്കാൻ LDF സ്ഥാനാർത്ഥി MV ജയരാജന് കഴിയുന്നുണ്ട്. അതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് ഈ സ്വീകരണ കേന്ദ്രങ്ങളിൽ ഉണ്ടാകുന്ന വലിയ ജനപങ്കാളിത്തം. കണ്ണൂരിൽ നിന്നും ജയൻ കല്യാശ്ശേരിക്കൊപ്പം M സന്തോഷ്.